രണ്ട് കൈകളുടെയും കാലുകളുടെയും നരമ്പുകൾ മുറിഞ്ഞതിനെ തുടർന്നുണ്ടായ അമിതമായ ബ്ലഡ് ലോസാണ് മരണകാരണം. Dev, one of the most successful businesswoman. You know, I am your biggest fan. പക്ഷെ എനിക്കെന്തേ വരെ നിങ്ങളെ കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല, അറിയാമോ? ഈ സിറ്റിയിൽ തന്നെ ഉണ്ടായിട്ടും കാണാൻ കഴിഞ്ഞില്ല. ഇനി എന്ന് കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഒന്നകന്ന് നിന്ന് കണ്ടാൽ മാത്രം മതി. പോരാ, എനിക്ക് ഒരു ഓട്ടോഗ്രാഫ് എങ്കിലും വേണം. എന്റെ പൊന്നലിച്ചു, നീ ഇത് എവിടെയാ? ഒന്ന് വേഗം വാടി. ഇവിടത്തെ ചെക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുക. നീ അല്ലേ പറഞ്ഞ ഇതെങ്ങനെയെങ്കിലും മുടക്കുവന്ന്? ചെറുക്കൻ്റെ അച്ഛനും അമ്മയെ വന്നുള്ളൂ, ചെക്കൻ വന്നില്ലേ? ഇത് പെണ്ണെ, നീ എന്റെ വായിരിക്കുന്ന കേൾക്കരുത്, ഒന്ന് വാടി. അയ്യോ, ദേ ഞാൻ വന്നു, ഒരു 5 മിനിറ്റ്. എടാ, നീ എവിടെയാ? ഇവിടെ സാറ് നിന്നെ ഇപ്പോൾ തന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുക. അങ്ങേരോട് പോയി പണി നോക്കാൻ പറ, എന്നിട്ട് വേണം എന്റെ ജോലി തെറിക്കാൻ. നീ വേഗം വരാൻ നോക്ക്. സോറി അലക്സ്, ഞാൻ പെണ്ണ് കാണാൻ പോകുക. ഐ എം വെരി ബിസി. നീ പെണ്ണും കണ്ടങ്ങ് നടന്നോ? ഇതും നടക്കാൻ പോണില്ല. നീ വേഗം ഓഫീസിലേക്ക് വാ. ഡാഡാ, നിന്റെ ഒക്കെ പ്രാക്ക് കാരണമാണ് എനിക്കിവിടെ പെണ്ണ് കിട്ടാതെ നിന്ന് പോകുന്നത്. നീ വരുന്നുണ്ടേ വാ. നിനക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസ് ഇപ്പൊ കൈ കിട്ടിയിരിക്കുന്നത്. സീരിയസ്ലി? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ എത്താം. എന്റെ ബൈക്ക്, എന്റെ ബൈക്ക്. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? എവിടെ നോക്കിയാടി നടക്കുന്നത്? ഞാൻ നോക്കി തന്നെയാ നടന്നത്. ഇയാളല്ലേ ശ്രദ്ധിക്കാതെ ഓടിച്ചത്? ഞാൻ ശ്രദ്ധിച്ച് തന്നെ ഓടിച്ചത്. നീ നഷ്ടപരിഹാരം തന്നിട്ട് പൊയ്ക്കോ. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. നഷ്ടപരിഹാരം അല്ലാതെ പറഞ്ഞു തീർത്തൂടെ? നടക്കില്ല. എന്റെ ഹോസ്പിറ്റൽ ചെലവിനുള്ള ക്യാഷ് നീ തന്നില്ലെങ്കിലും വേണ്ടില്ല. എന്റെ ബൈക്ക് നന്നാക്കാനുള്ള ക്യാഷ് നീ തന്നിട്ട് പോയാൽ മതി. അതിന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ഇത് ഇയാൾക്ക് തന്നെ നന്നാക്കാവുന്നതല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാ പറ്റിയല്ല. നീ നഷ്ടപരിഹാരം തന്നിട്ട് പൊയ്ക്കോ. സോറി, ക്യാഷ് തരാൻ മനസ്സില്ല. താൻ പോയി കേസ് കൊടുക്ക്. നിക്കടി അവിടെ. എന്റെ പേരിട്ട് വൈഡ് പരമ്പര ദൈവങ്ങളെ, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. പോടാ വൃത്തികെട്ടവനെ. വന്നോ? നിന്റെ ബൈക്കിന് എന്താ പറ്റി? അതൊരു ആക്സിഡന്റ്. എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ? വീണപ്പൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് എന്റെ സാറേ. അത് കഴിഞ്ഞെന്താ? അത് കഴിഞ്ഞ് കുന്തം കേറി വാടാകത്ത്. സർ, ഡ്യൂട്ടി ടൈമിൽ എവിടെ പോയതാ മഹിത്? ഒരൊറ്റ ഒരെണ്ണത്തിന് ഇവിടെ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം പോലും ഇല്ല. തോന്നിയ മാസം എല്ലാവരും നടക്കുക. എടോ കാലമാടാ,
ഞാൻ പറഞ്ഞതല്ലേ പെണ്ണ് കാണാൻ പോകുവാന്ന്. കേസ് താടോ, ഞാൻ പോട്ടെ. റെസ്പെക്റ്റ് ഇല്ലാത്ത പന്നി. ഇതാ കേസ് ഫയൽ. നാളെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തുടങ്ങണം. സൈൻ ചെയ്തിട്ട് പൊക്കോ. എന്റെ പൊന്നഭിമാനിയായ മോനെ, ഒന്ന് ഇങ്ങോട്ട് എഴുന്നള്ളാമോ? ആ, ഞാൻ എത്തി. ഓക്കേടാ, ബൈ. നൈറ്റ് ഗ്രൗണ്ടിൽ കാണാം. ഓക്കേ. എടി ചേച്ചി, ആള് വന്നെന്ന് തോന്നുന്നു. Chillax, baby. ഇവളോ? ഇവളെയാണോ ഞാൻ? അപ്പ വന്നേ. ഒരു മിനിറ്റ്. ഡി ലച്ചു, എന്തെങ്കിലും കുരുത്തക്കേട് നീ ഒപ്പിച്ചോ? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല പപ്പ. വേണ്ടപ്പാ, വേണ്ട. എനിക്ക് കല്യാണം വേണ്ട. എടാ, അതൊരു പാവം കൊച്ചാ. എനിക്ക് ഫ്യൂച്ചറിൽ കിഡ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പനായിട്ട് അതില്ലാതാക്കരുത്. ഇവനിത് എന്ത് തേങ്ങയായി പറയുന്നത്? എന്താ ഏട്ടാ? ഇവൻ ഈ കല്യാണം വേണ്ടെന്ന്. വാസ്തവ്, ഞങ്ങളെന്നാ മറുപടി പിന്നീട് അറിയിക്കാം. ശരി എന്നാ. നീ ഒരു സംഭവം തന്നെ ലച്ചു. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. നല്ല കൊച്ചായിരുന്നു അത്, നല്ല സ്വഭാവവും. ഇവൻ എന്താ കണ്ണുപൊട്ടനാണോ? പറയുന്നത് കേട്ടാ തോന്നുമല്ലോ അമ്മയ്ക്ക് അവളെ നേരത്തെ അറിയാമായിരുന്നു എന്ന്. ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ മൂത്ത് നരച്ച് പോകത്തേ ഉള്ളടാ. നിന്റെ പ്രായത്തിലുള്ളവന്മാർക്കെല്ലാം 2-3 പിള്ളേരായി. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? അത് അവരുടെ കഴിവ്. ഏട്ടന് പ്രായമായി എന്നുള്ളൊരു ഓർമ്മ വേണം. നീ എവിടുന്ന് വന്നിട്ട് കുട്ടിപ്പിശാസ്? നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ? അയ്യോ, ഞാൻ പോയി. ഇന്നത്തെയും മുടങ്ങിയോ? ഓരോരുത്തരായി തല കാണിച്ച് തുടങ്ങിയല്ലോ. ഞാൻ പോയേക്കുവാണേ. എങ്ങോട്ട്? വേറെ എങ്ങോട്ട്? കളിക്കാൻ വേണ്ടി. അവിടെ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവന്റെ ഡോഗ് ഷോ കാണാനായി. ഓ, സമ്മതിക്കുകയല്ല. മഹി, നീ പൊക്കോടാ. മഹിയേട്ടാ, ഞാനും വരുവാ. എന്റെ നാത്തോനെ, അവന് 40 വയസ്സൊന്നും ആയില്ലല്ലോ, 30 ആയുള്ളൂ. അവന്റെ അതേ പ്രായം തന്നെയല്ലേ എന്റെ മോനും ഉള്ളത്. അവന്മാർക്ക് യോജിച്ച പെണ്ണുങ്ങളെ അവര് തന്നെ കണ്ടുപിടിക്കട്ടെ എന്നേ. എന്നിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. അയാൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിലേ ഉള്ളൂ. അതെങ്ങനെയാ? നിനക്ക് ശ്രദ്ധയില്ലല്ലോ. പെണ്ണെ, മിണ്ടിപ്പോവല്ലോ. ഇത് തന്നെ അയാളും പറഞ്ഞത്. ഞാൻ നിനക്ക് വേണ്ടി ഓടി വന്നത്. അങ്ങനെ സംഭവിച്ചത് കൊണ്ടെന്താ? ഇതിപ്പോ മുടങ്ങിയതുപോലെ ആയില്ലേ? എന്താ? എന്നാലും ആ പണ്ടനക്കാരൻ എന്താ എന്നോടൊന്നും തോന്നാത്ത? 3-4 കൊല്ലായില്ലേ ഞാൻ അയാളുടെ കൂടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന്റെ നിനക്കിഷ്ടാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലോ. പിന്നെ എങ്ങനെയാ? അയാൾക്ക് നിന്നിലൊരു ഇംപ്രഷൻ ഉണ്ടായി കാണില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു വേണ്ടത്. സാരമില്ല, നീ ഞാൻ പറയുന്നത് പോലെ ഇനി ചെയ്താ മതി. എന്താ ചെയ്യണ്ട? വെയിറ്റ് ആൻഡ് സീ. എടി വന്നു മഹി വന്നു. വാ. ഇവരുമാരൊന്നും എന്നെ കണ്ടില്ലേ ആവോ? അവസാനം ഞാൻ അന്വേഷിച്ച കേസ് നിന്റെ കൈ കിട്ടിയല്ലേ? ദണ്ണം ഉണ്ടടാ, ദണ്ണം.
വെറുതെ ദണ്ണപ്പെടേണ്ട മോനെ. നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ദണ്ണപ്പെടാനുള്ള വകയുണ്ടായിരുന്നു. ആ, നീ കഷ്ടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ മോനെ. ഈ 6 മാസം കൊണ്ട് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത് നിങ്ങൾ CBIക്കാർ കണ്ടുപിടിക്കുന്നതൊന്ന് കാണട്ടെ. സാരമില്ല ആദ്യേട്ടാ, നമുക്ക് കൊലയാളിയെ കിട്ടിയാ പോരെ. ആ അതെ, കേസിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ വിളിച്ചാൽ മതി. ആടാ. ആദ്യം ഈ കണ്ണടെടുത്ത് മാറ്റണം. മോളെ ലിച്ചു, സെക്സ് ഉണ്ടെങ്കിൽ ചേച്ചിക്ക് കാണില്ലടി. അതൊക്കെ ഇനി ഞാൻ ശരിയാക്കി തരാം. പോകാം. ഇത് കുറച്ച് കൂടി പോയില്ലേ? ഇത്രയും റിവീലിംഗ് ആയിട്ടുള്ളത് ഇപ്പൊ എങ്ങനെയാ ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്? ഇത് നോർമൽ ഡ്രസ്സാണ്, ഒരു കുഴപ്പവും ഇല്ല. എന്റെ കൂടെ ഇങ്ങ് വന്നാ മതി. സാർ,